നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്ന അവസരത്തിൽ 20 മണ്ഡലങ്ങളിൽ 7 ഇടങ്ങളിലായിട്ട് 7 സിറ്റിംഗ് സീറ്റുകളിൽ UDFിനെ കനത്ത മത്സരം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ്. കടുത്ത മത്സരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ, ആലത്തൂർ, വടകര, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പോരുമുറുകുന്നത്. ഇതിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ആലപ്പുഴയിലും ശക്തമായ ത്രികോണപ്പോരാണ്. ഇതിൽ ആലപ്പുഴ ഏറ്റവും അവസാനം വന്നതാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആലപ്പുഴയുടെ ചിത്രം തന്നെ അങ്ങോട്ട് മാറി. ആലപ്പുഴ എ ക്ലാസ് മണ്ഡലമായി BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ എ ക്ലാസ് പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റത്തിൽ ഇപ്പോൾ വളരെ പതറിച്ചു നിൽക്കുന്നത് UDF തന്നെയാണ്. KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ തോറ്റു കഴിഞ്ഞാൽ ഇതിൽ പരം ഇന്ത്യ മുന്നണിക്ക് ഇനി ഒരു നാണക്കേട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങൾ നിലനിർത്താനായിട്ട് UDF ശ്രമിക്കുമ്പോൾ ഇവ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് LDF ഇറങ്ങിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നമുക്കറിയാം CPIയെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് 2-ലെങ്കിലും എത്തുക എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വർക്ക് ചെയ്യാൻ CPIയുടെ കൂടെ CPMകാരില്ല. ഈ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ V ജോയിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. സമ്പത്തിലൂടെ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുക, അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. 2019 ശോഭാ സുരേന്ദ്രന് 2,48,000 വോട്ട് ആറ്റിങ്ങലിൽ പിടിച്ച് ആ ആറ്റിങ്ങലിലെ മണ്ണിളക്കി മറിച്ചിട്ടു BJPക്ക് അനുകൂലമാക്കി മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്നൊരു കുത്തുകുത്തിക്കൊണ്ട് മുരളീധരൻ അവിടെ വങ്ങി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിനകത്തെ BJPയുടെ കുതികാൽ വെട്ടാണ്. മറിച്ച് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് ആദ്യ അക്കൗണ്ട് ആറ്റിങ്ങലിൽ തന്നെ തുറക്കാൻ സാധിക്കുമായിരുന്നു. അത് കേരളത്തിലെ BJP തന്നെയാണ് ഇല്ലാതാക്കിയത്. അതുപോലെ വടകരയിൽ അതിശക്തമായ മത്സരം നടക്കുകയാണ്. വടകരയിൽ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടപ്പോൾ മുരളീധരൻ ഇങ്ങനെ വടക്കും തെക്കും ഓടുന്ന ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിലെ ഒരു രക്ഷകനുമാണ്. P ജയരാജനെ എതിരിടാനായിട്ട് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി അവിടെ വടകരയിലെ ഒരു പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് നേരെ തൃശ്ശൂരിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ സുരേഷ് ഗോപിയെ പൂട്ടാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് മുരളീധരനെ നേമത്തേക്ക് വിട്ടിരുന്നു, നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ ശിവൻകുട്ടി ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത് ശിവൻകുട്ടിയാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്നാണ്. അങ്ങനെ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഇറക്കിയപ്പോൾ മത്സരം കളം വേറൊരു തരത്തിലേക്ക് മാറുകയുണ്ടായി. കാരണം അവിടെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തിൻ്റെ നല്ല ഒരു പങ്ക് വോട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ അങ്ങ് മണ്ഡലം ഇളക്കി മറിക്കുകയാണ് ചെയ്തത്. അത് KK ശൈലജയെ അല്പം അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് TP വധക്കേസ് വീണ്ടും പൊങ്ങി വന്നത്. അതിനോടൊപ്പം തന്നെ പാനൂരിലെ ബോംബ് നിർമ്മാണം, ഇതെല്ലാം പാർട്ടിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. കൂടാതെ കേരളമെമ്പാടും അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം വടകര മണ്ഡലത്തിലും കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. വടകരയെ കൈക്കുമ്പിളിൽ നിർത്തിയിരുന്ന ആളായിരുന്നു P ജയരാജൻ. ആ ജയരാജനെയാണ് K മുരളീധരൻ വെട്ടിനിരത്തിയത്. പിന്നെയാണോ ഷാഫി പറമ്പിലിന് ശൈലജയെ വെട്ടിനിരത്താൻ സാധിക്കാതെ വരുന്നത്? അങ്ങനെ ഷാഫി പറമ്പിൽ വടകരയിൽ മുന്നേറ്റം കുറിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ആലത്തൂരാണ്. ആലത്തൂരിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം K രാധാകൃഷ്ണൻ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് രമ്യ ഹരിദാസ് അത്ര പെട്ടെന്ന് അങ്ങനെ പാട്ടും പാടി ജയിച്ച് കയറി പോകില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ നേരിടാൻ പോകുന്നത് MV ജയരാജനാണ്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ പാർട്ടി തലസ്ഥാനമാണല്ലോ കണ്ണൂര്. കണ്ണൂർ ഇവർക്ക് എങ്ങനെയെങ്കിലും പിടികൂടുക എന്നുള്ളതാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ ഉള്ള പ്രദേശമാണ്. അവിടെ പലപ്പോഴും
പലപ്പോഴും ലോക്സഭയിലേക്ക് UDF അനുകൂലമായിട്ടാണ് മാറുന്നത്. പക്ഷേ ഇക്കുറി കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചില അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ഉൾവലിയലുണ്ട്. അത് UDF തിരിച്ചടി ഉണ്ടാക്കും. MV ജയരാജൻ ഇറങ്ങിയിരിക്കുന്നത് കെ സുധാകരനെ ഏത് തരത്തിലെങ്കിലും പൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്യും. തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നത്. അതുപോലെ പാലക്കാടും ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ്. കാരണം കൃഷ്ണകുമാറിന് അവിടെ വലിയൊരു സ്വാധീനമുണ്ട്. അവിടെ നമ്മുടെ CPMൻ്റെ അഗ്രഗണ്യനായിട്ട് അഭിനയിച്ച് നടക്കുന്ന മന്ത്രി ബിന്ദു കൊച്ചമ്മയുടെ ഭർത്താവ് വിജയരാഘവൻ 8 നിലയിൽ പൊട്ടാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 7ഇടത്ത് UDF കടുത്ത മത്സരമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും ആറ്റിങ്ങലും ആലപ്പുഴയിലും ശക്തമായ ത്രികോണ മത്സരമാണ്. അവിടെ ആരായിരിക്കും വീഴുക, ആരായിരിക്കും 3ാം സ്ഥാനത്തേക്ക് പോവുക എന്നാണ് അറിയേണ്ടത്.